ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് എങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി 3 മാർക്കറ്റാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ്, 2 ക്രിപ്റ്റോ മാർക്കറ്റ്, 3 ഫോറക്സ് മാർക്കറ്റ്. ഇങ്ങനെ 3 മാർക്കറ്റാണ് നമുക്ക് മെയിൻലി വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ തന്നെ പല സബ് ഡിവിഷൻസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ് ഓപ്ഷൻ ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, സ്റ്റോക്ക് സ്വിങ് ഉണ്ട്, സ്റ്റോക്കിൽ നമുക്ക് ഇൻട്രാഡേ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, യൂറിപ്പ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ ഒരു 10,000 ക്രിപ്റ്റോ ഉണ്ട്. ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി ഒരു വെർച്വൽ കറൻസിയാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റിൽ തന്നെ നമുക്ക് ബിറ്റ് കോയിന് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, എതേറിയം. ഈ ബിറ്റ് കോയിന്, എതേറിയം, സൊലാന ഇതൊക്കെ ഓരോ കറൻസികൾ, ഓരോ ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫോറക്സിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഫോറക്സ് എന്ന് പറയുന്നത് ഒരു കറൻസി മാർക്കറ്റാണ്. നമ്മുടെ INR, യൂറോ, ഡോളർ കറൻസി മാർക്കറ്റാണ്. കറൻസികളാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. കറൻസികൾ പെയറായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. USD INR, USD JPY എന്ന് ജപ്പാനീസ് യങ്, പിന്നെ യൂറോ USD ഓരോ പേഴ്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഇവിടെ കറൻസി മാത്രമല്ല ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കമ്മോഡിറ്റി നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, മെറ്റൽസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, എനർജീസ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ അല്ല ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള പല രീതിയിലുള്ള പരിപാടികൾ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് റൺ ചെയ്യുന്നത് രാവിലെ 9:15 മുതൽ 3:30 വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. എന്നാൽ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് 24/7 റൺ ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോ മാർക്കറ്റ്. എന്നാൽ ഫോറക്സ് ആണ് 24/5 ആണ് ഫോറക്സ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റ് ആണെങ്കിൽ 24 മണിക്കൂറും ശനി ഞായറും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റും തിങ്കൾ മുതൽ വെള്ളി ഉള്ളൂ. അതിൽ തന്നെ ഫോറക്സ് മാർക്കറ്റ് തിങ്കൾ ടു വെള്ളി 24 മണിക്കൂർ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യം എന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ക്യാപിറ്റൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്രിപ്റ്റോ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്. ക്രിപ്റ്റോ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു 200x വരെ നമുക്ക് ലിവറേജ് കിട്ടും. എന്നാൽ ഫോറക്സിലേക്ക് വരുവാണെങ്കിൽ ആ ലിവറേജ് എന്ന് പറഞ്ഞാൽ അപ് ടു 2000x ആണ് ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ലിവറേജ് വരുന്നത്. അപ്പം നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് ഉള്ളത്, നിങ്ങളുടെ സമയം എങ്ങനെയാണ് വരുന്നത്, ഇത് രണ്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റായ ഒരു മാർക്കറ്റാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. വീഡിയോ അത്യാവശ്യം ലെങ്തായി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്തു. അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റ്, ക്രിപ്റ്റോ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റ് രാവിലെ 9:15 മുതൽ ഉച്ച കഴിഞ്ഞ് 3:30 വരെ റൺ ചെയ്യുന്നു. ക്രിപ്റ്റോ മാർക്കറ്റാണ് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. എന്നാൽ ഫോറക്സ് മാർക്കറ്റാണ് 24/5 റൺ ചെയ്യുന്നു. നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റ് അപ് ടു 200x വരെ നമുക്ക് ലിവറേജ് കിട്ടും. ഫോറക്സിൽ അപ് ടു 2000x ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 5x നമുക്ക് ലിവറേജ് കിട്ടും. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിലേത് മേഖലയാണ് എനിക്ക് പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് കേട്ടോ.